ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു ആഡ് യൂണിവേഴ്സൽ മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ SSC GD നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ SSC GDക്ക് വേണ്ടി നമുക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ പഠിച്ച് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഇപ്പം നമുക്ക് SC കുറേ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ആ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു എക്സാമും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ടച്ച് വിട്ട് പോവാണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് റെഗുലർലി. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും SCക്ക് വേണ്ടി പഠിച്ച കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ GDക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലിസ്റ്റിൽ കയറാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 5/9/2024 തൊട്ടാണ്. അതായത് സെപ്റ്റംബർ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒക്ടോബർ 14 വരെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് കൊടുക്കേണ്ടത് രാത്രി 11 മണി വരെ, അതായത് ഒക്ടോബർ 14 രാത്രി 11 മണി വരെ അപ്ലൈ ചെയ്യാം. ഇനി ഫീ പേയ്മെന്റും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ തന്നെ 15-ാം തീയതിയാണ് രാത്രി 11 മണി വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് നവംബർ 5-ാം തീയതി തൊട്ട് നവംബർ 7-ാം തീയതി വരെയാണ്. അതായത് 5/11 തൊട്ട് 7/11 വരെയാണ്. 7/11 രാത്രി 11 മണി വരെ ആൻസർ കീ നമ്മുടെ വിൻഡോ കറക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെന്റേറ്റീവ് എക്സാം വരുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പൊ നമ്മളിപ്പോൾ സെപ്റ്റംബർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് ഒന്നും കൂടി നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 2, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നമുക്ക് എന്തായാലും ഒരു 5 to 6 months ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇത്, ഈ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്താണ്? അത് നമുക്ക് ഒരൊറ്റ പരീക്ഷയാണ് വരുന്നത്. CBT 1 പരീക്ഷ മാത്രമാണുള്ളത്. കൂടെ നമുക്ക് എന്തും കൂടി ഉണ്ട്, PET ഉണ്ട്, PST ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് രണ്ടാമത്തത് വരും, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും വരും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി, അതായത് നമ്മുടെ CBT 1 പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ആ CBT 1 പരീക്ഷയിൽ വരുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടോട്ടൽ 80 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 2 മാർക്ക് വീതം വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും പോകുന്നത്. ഏതൊക്കെയാണ് ആ സബ്ജക്റ്റ് നോക്കാം. ആദ്യം നമ്മുടെ റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്, പിന്നെ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് ഉണ്ട്, എലിമെന്ററി മാത്തമാറ്റിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടാണ് ഓരോന്നിനും 2 മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം വെച്ചിട്ട് 40 മാർക്സ് ആണ് നമുക്ക് ഓരോ സെക്ഷനിൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ് ആണ് ഇവിടെ ഒരു CBT 1 പരീക്ഷയിൽ വരുന്നത്. പിന്നെ നമുക്ക് PET ആണ്. അപ്പൊ നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, PSTയും PET ടെസ്റ്റുകളിലേക്ക് പോവാം. അതിൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ മെയിലിനായാലും ഫീമെയിലിനായിരുന്നാലും ഓട്ടം, ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് വരിക. പിന്നെ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് വരുമ്പോഴത്തേക്കും എത്ര ഹൈറ്റ് വേണം, എത്ര ചെസ്റ്റ് വേണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. മെയിലിന് ഇത്രയാണ്, ഫീമെയിലിന് ഇത്രയാണ്. അതാണ് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്തും വരുന്നത്. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ടു സ്റ്റഡി അല്ലെ, എന്താണ് പഠിക്കേണ്ടത്? ആ ഒരു CBT 1 കടമ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളാണ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമുക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ PET PST നമുക്ക് പാസ്സാവും. അപ്പൊ ആ ഒരു ഫസ്റ്റ് കടമ്പ എന്തെയാ നമ്മൾ കടക്കുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ് വാട്ട് ടു സ്റ്റഡി. ആദ്യം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഞാൻ ഫസ്റ്റ് പറഞ്ഞേ അല്ലേ. നമ്മൾ എന്താണോ SSCയുടെ ഇതുവരെയും പഠിച്ചിട്ടുള്ള ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് വന്ന ടോപ്പിക്സ് അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതായത് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, വിഷ്വൽ മെമ്മറി,
ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ, അരിത്തമെറ്റിക്കൽ റീസണിങ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ് എക്സെട്ര. ഈ പേരൊന്നും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. കോഡിംഗ് ഡീകോഡിംഗ് വരും, അതുപോലെ നമുക്ക് സിലോജിസം വരും, വെൻ ഡയഗ്രം വരും, പിന്നെ ഫിഗറൽ സീരീസിനകത്ത് വരുമ്പോൾ മിറർ ഇമേജസ്, വാട്ടർ ഇമേജസ്, എംബഡഡ് ഫിഗേഴ്സ്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എസ്സിക്കകത്ത് റീസണിങ്ങിനകത്ത് പഠിക്കുന്നത് ആ സെയിം സംഭവം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നോളജ് ആൻഡ് അവയർനെസ് ആണ്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, അതായത് സ്പോർട്സ്, ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക് സീൻ, പോളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സയന്റിഫിക് റിസർച്ച് എക്സെട്ര. അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം വരും അല്ലേ? എല്ലാം നമ്മുടെ നോളജിനും അതുപോലെ അവയർനെസ്സിനും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ എലിമെന്ററി മാത്തമെറ്റിക്സ്, അതായത് നമ്മുടെ മാത്തമെറ്റിക്സ് ആണ്. അതിനകത്ത് നമുക്ക് ഹോൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെന്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസ്ട്രേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ ആൻഡ് ടൈം, ടൈം ആൻഡ് വർക്ക് എക്സെട്ര. കൂടാതെ നമ്മുടെ അഡ്വാൻസ്ഡ് മാത്സിനകത്ത് വരുന്ന ജോമെട്രി, പിന്നെ ട്രിഗണോമെട്രി, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് എലിമെന്ററി മാത്തമെറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് എന്താണ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് എന്താ ചോദിക്കുന്നത്? കോംപ്രിഹെൻഷൻ ഉണ്ടാവും, എറർ സ്പോട്ടിംഗ് ഉണ്ടാവും, സെനൻസ് കറക്ഷൻ ഉണ്ടാവും, ഗ്രാമർ ഉണ്ടാവും, കൂടെ എന്താണ് വൊക്കാബുലറി ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വോട്ട് ടു സ്റ്റഡിക്കകത്ത് വരുന്നത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനകത്ത് വരുന്നത്. പിന്നെ ഇനി ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് നമ്മളിത് പഠിക്കുക? ആദ്യം നമുക്ക് എക്സാമിനെ പറ്റിയ ഒരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എക്സാമിനെ നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ? ഇനി എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാം പാറ്റേൺ നല്ല വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് നെക്സ്റ്റ് വരിക? ഇഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക അല്ലെ? ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും സിലബസിൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, സ്മോളർ ആയിട്ട് മാനേജബിൾ ആകുന്ന രീതിയിലുള്ള ടോപ്പിക്സിലൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. എന്നിട്ട് അത് സ്റ്റഡി പ്ലാനിൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെ ഓരോ ഇതിനും ടൈം സ്ലോട്ട്, ഓരോ ടോപ്പിക്കിനും നമ്മളൊരു സ്പെസിഫിക് ടൈം സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ്? റെഗുലർ റിവിഷൻ സെഷൻസ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഡി പ്ലാനിനകത്ത് വരുന്നത്. റിവിഷൻസ് ഉണ്ടായിരിക്കുക, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോപ്പിക്സ് നോക്കണം. ആ ടോപ്പിക്സ് ഓരോന്നും ബ്രേക്ക് ചെയ്ത് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഞാൻ അത് പഠിക്കും എന്നുള്ളത് ചെയ്തേക്കാം. ആഴ്ചയിൽ ഒരിക്കലും റിവിഷൻ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ടോപ്പിക്സ്. നമ്മൾ കുറേ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോപ്പിക്സ് നമുക്ക് അതിൽ ഏതാണ് വീക്കായത്, ഏതാണ് സ്ട്രോങ് ആണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അത് കുറച്ച് നിങ്ങളൊരു മാസമൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ എന്താണ്? ഫോക്കസ് മോർ ഓൺ ടോപ്പിക്സ് വെയർ യു നീഡ് ടു ഇംപ്രൂവ്മെന്റ്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ആവശ്യമുള്ളത് ആ ടോപ്പിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയാസ് ടു എൻഹാൻസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പൊ ഏത് ക്വസ്റ്റ്യൻസ്, ഏത് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ നല്ലപോലെ അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ എന്താണ്? യൂസ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് അല്ലേ? അതായത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. പിന്നെ നമ്മുടെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു മന്ത് ശേഷം നിങ്ങൾ ഡെയിലി ക്വിസസും സബ്ജക്ട് വൈസ് ക്വിസസ് ഒക്കെ ചെയ്ത് ഒരുവിധമൊക്കെ ടോപ്പിക്സ് കവർ ആയി തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വരുന്നത് പ്രാക്ടീസ്. അതായത് നമ്മൾ സക്സസിലേക്കുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്: പ്രാക്ടീസ് റെഗുലർലി. അതായത് ഒരു ദിവസം പോലും നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് മുടങ്ങരുത്. ഒരു ദിവസം ഇന്ന് ഞാൻ ഇല്ല, എനിക്കിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ മാറ്റി വെക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നാളെ നിങ്ങൾ മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് എടുക്കും, നമ്മുടെ ആ ഒരു സ്പീഡ് നമുക്ക് അവിടെ കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, രാത്രിയോ പകലോ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അപ്പം റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഡിലേ പോലും വരാണ്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്തിട്ടുള്ള എന്ത് തന്നെ കൊടുക്കണം നമുക്ക്. അതായത് CBT പരീക്ഷ ആയതുകൊണ്ട്
ടൈമർ കാണും. ആ ടൈമർ അനുസരിച്ച് തന്നെ നിങ്ങളത് ചെയ്തു പോകും. ഓരോ ടെസ്റ്റുകൾ 10 ക്വസ്റ്റ്യൻ ടെസ്റ്റ് ആയിരുന്നാലും നിങ്ങൾ ടൈമർ ഇട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടൈം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ടൈം പീസിൽ അതല്ലെങ്കിൽ നമ്മുടെ ക്ലോക്കിൽ അലാറം സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റേ അപ്ഡേറ്റഡ്. എന്താ ഉദ്ദേശിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുപോകാണ്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിട്ട് കിട്ടുമോ ഇല്ലേ, ഞാൻ എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത്, ഞാൻ എന്തിനാ കൂടുതൽ ഇങ്ങനെ പഠിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുള്ളൂ, പിന്നെ ഞാൻ എന്തിനാ പരീക്ഷ എഴുതുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിരിക്കും. എനിക്കത് നേടണം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് തന്നെയായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാമെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് നമ്മുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തേക്കുക. കണ്ടല്ലോ, നമ്മുടെ CHSLന്റെ മാർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് 157 സംതിങ് ആണ് നമുക്ക് URന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എത്രയാണോ GDയുടെ ആ ഒരു കട്ട് ഓഫ് നോക്കി നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങൾക്ക് മാത്സിലും റീസണിങ്ങിലും ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മുടെ ADA 24/7 ഗണിതതന്ത്രം ബാച്ച് നമ്മൾ സെപ്റ്റംബർ 30 സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് എല്ലാം കൂടെ വേണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ വിജയം ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതാകുമ്പോൾ നമ്മൾ സെപ്റ്റംബർ 30, ഇത് മാത്സും റീസണിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം സെപ്റ്റംബർ 30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ലൈവ് വിത്ത് റെക്കോർഡ് സെഷൻസ് തന്നെയാണ്. ഇപ്പൊ ലൈവ് സെഷൻസ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻസ് നിങ്ങൾ കാണാവുന്നതാണ്. കൂടാതെ ഇതെന്ന് പറയുമ്പോഴേക്കും വിജയം ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ചാണ്. കുറച്ച് നാളായിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ബാച്ചാണ്, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഇത്രയും ദിവസത്തെ റെക്കോർഡ് സെഷൻസും ബാക്കി നമുക്ക് ഇനി വരുന്നത് നിങ്ങൾ എന്നോട്ട് ജോയിൻ ചെയ്യുന്നു അത് തൊട്ടുള്ള ലൈവ് ക്ലാസ്സും ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ Y340 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കുക. അതിനകത്ത് ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഡെയിലി ക്വിസസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഈ മെയിലിൽ കാണുന്ന നിങ്ങൾ SSC കൊടുക്കാം. അതിലിതാ SC കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡെയിലി ക്വിസും കറണ്ട് അഫെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്താൽ നമുക്ക് ഇതുപോലെ വരും. ഇതിലും ഡെയിലി ക്വിസ്, മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തും അവൈലബിൾ ആയിരിക്കും. ഡെയിലി ക്വിസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം 10 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ, 7 ക്വസ്റ്റ്യൻ ഇങ്ങനെ അനുസരിച്ച് നിങ്ങൾ ടൈമർ ബേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ആപ്പിനകത്താണ്. അപ്പോൾ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്രീ ഇൻസ്റ്റാൾ ആണ്, ഫ്രീ ആക്സസ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മുടെ വിനായക ചതുർത്ഥി ഡേ ആയതുകൊണ്ട് നമുക്ക് കേരള മഹാപാക്കിന് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. കൂടാതെ പ്രൈസ് ഡ്രോപ്പും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണിത് ആക്സസ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഗൂഗിളിൽ ADA 24/7 മലയാളം കൊടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കണ്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ് കാര്യങ്ങൾ വരും. അതിൽ മെഗാ പാക്കിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഡബിൾ വാലിഡിറ്റി വരുന്നത്. മെഗാ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഓൺലൈൻ കോഴ്സസ് ഉണ്ടോ അതിനകത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ ഓൺലൈൻ കോഴ്സസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു പാക്കിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇത് 6 മന്ത് വാലിഡിറ്റിയിലും ഉണ്ട്, 12 മന്ത് വാലിഡിറ്റിയിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ കോഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ടെസ്റ്റ് സീരീസുകളും അതുപോലെ ബുക്കുകളും എത്ര വീഡിയോസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് 6 മന്ത്സ് വാലിഡിറ്റി ആണ്. പക്ഷേ ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 6 മാസം കൊണ്ട് കിട്ടും. അതായത് നമുക്ക് 1 ഇയർ വാലിഡിറ്റിയിൽ കിട്ടും. ഡബിൾ അല്ലേ. അതിന്റെ പ്രൈസ് വരുന്നത് 4352 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ Y340 കൊടുക്കുകയാണെങ്കിൽ Y340 കൂപ്പൺ കോഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3612 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ 1 ഇയർ വാലിഡിറ്റി ആണ്. ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഇത് 6 മന്ത്സ് കോഴ്സ് 1 ഇയർ കിട്ടും. ഇനി 1 ഇയർ കോഴ്സ് 2 ഇയറിലായിരിക്കും കിട്ടുക. അതിന്റെ പ്രൈസ് വന്നിട്ട് 6705 ആണ്.
അത് നിങ്ങൾക്ക് Y340 കൂപ്പൺ കോഡ് യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ 5565 രൂപയ്ക്ക് 2 വർഷം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കോഴ്സസ് വിത്ത് ഇപ്പൊ കിടക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പം മെഗാ പാക്കിന് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു ഡബിൾ വാലിറ്റി ഓഫർ ഉള്ളത്. അല്ലാത്തതിനെല്ലാം നമുക്ക് സാധാരണ നമ്മുടെ പ്രൈസ് ഡ്രോപ്പ് മാത്രമാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഗണിതയന്ത്രം ബാച്ച് ഇതാ ഇവിടെ കിടപ്പുണ്ട്, SSCയുടെ വിജയം ബാച്ച് ഇതാ ഇവിടെ ഉണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് സീരീസിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ടെസ്റ്റ് സീരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് സീരീസിൽ വ്യൂ ഓൾ കൊടുക്കാം. വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് SSCയുടെ തന്നെ CGL ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, CHSL ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്, ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പം നിലവിലുള്ളത്. ഇനി നമുക്ക് ജീരോയുടെ ടെസ്റ്റ് സീരീസ് നമ്മൾ അവൈലബിൾ ആക്കും. ഇപ്പം നിങ്ങൾക്ക് CGL CHSL ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്ന സെയിം പാറ്റേൺ ആയതുകൊണ്ട് നമുക്കത് അത് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് 194 രൂപ വരും. ഇപ്പം ഇതിന്റെ ഒരു കൂപ്പൺ കോഡ് വന്നിട്ട് Y340S യൂസ് ചെയ്യണം. ഇപ്പോൾ CGLന്റെ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1023 ടെസ്റ്റ് സീരീസുകളാണ്. ഇത് 1 ഇയർ വാലിഡിറ്റിയിൽ വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് 179 രൂപയാണ് വരുന്നത്. അപ്പം ബൈ നൗ കൊടുത്തിട്ട് കൂപ്പൺ കോഡ് Y340S കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 139 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അപ്പോൾ അത് ടെസ്റ്റ് സീരീസിന്റെ കാര്യമാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബുക്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബുക്സ് ഉണ്ട്. വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എയ്സ് ജനറൽ അവയർനെസിന്റെ 4000 പ്ലസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്കാണ്. അപ്പൊ അതിന്റെ പ്രൈസ് വരുന്ന 169 രൂപയാണ്. ഇതിന്റെ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് SC ജനറൽ അവയർനെസ്സിനകത്ത് വരുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി അങ്ങനെ എല്ലാം കൂടി ചേർത്തുള്ള ഒരു ബുക്കാണ് ഈ ഒരു സംഭവം വരിക. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് SSC എക്സാംസിന് തന്നെ ഡിജിറ്റൽ ലൈബ്രറി എല്ലാം കൂടി ചേർത്തിട്ടുള്ളതുണ്ട്. അത് 381 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ Y340S യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് റിഡക്ഷൻ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആക്കും. ഇനി കൂടാതെ ബുക്സും കൂടിയുണ്ട് നമുക്ക്. അപ്പോൾ ബുക്സ് വരുമ്പോഴേക്കും കണ്ടോ ഇതിനകത്ത് SSCക്ക് തന്നെ ആവശ്യമായിട്ടുള്ള ജിയുടെ കംപ്ലീറ്റ് ബുക്സ് കിറ്റ് നമുക്ക് ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്. 598 രൂപയാണ്. ഇത് കുറച്ചും കൂടെ പ്രൈസ് റിഡക്ഷൻ ഉണ്ടാവും കേട്ടോ. 4 ബുക്സ് ആണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ Y340S യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ Y340S യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 549 രൂപയ്ക്ക് SSC GDയുടെ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഒരു കറക്റ്റ് പ്രിപ്പറേഷനിൽ ഓർഡർ തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ ഇതിന്റെ ബാക്കി വരുന്ന എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.